ഇതൊരു അവയർനെസ് ഒന്നുമല്ല, ജസ്റ്റ് റോഡ് അവയർനെസ് പറയാനായിട്ടാണ്. നാഷണൽ ഹെൽത്ത് വേണ്ടിയതാണ്. ഈ മാസം ഞങ്ങൾ റോഡ് സെഫ്റ്റി മന്തായിട്ട് ആഘോഷിക്കുക. അപ്പം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവയർനെസ് വേണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ് കുട്ടികൾക്കുള്ള സ്റ്റോപ്പ് ലൈറ്റ്സ്. അപ്പം എല്ലാം ഹെൽത്ത് ആക്ടിവിറ്റീസ് അനുസരിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. കാരണം റോഡ് നല്ലതാണ്, എല്ലാവരും 140 ഓടിക്കാൻ ശ്രമിക്കും. അത് പാടില്ല, സ്പീഡാണ് ഫസ്റ്റ് തിങ്. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യവുമായാണ് ദേശീയപാത അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ക്യാമ്പയിനുകൾ നടന്നുവരുന്നത്. പ്രസ്തുത ലക്ഷ്യവുമായി ജനുവരി മാസം റോഡ് സുരക്ഷാ മാസമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് റോഡ് സുരക്ഷാ ക്യാമ്പയിനുകൾ നടന്നുവരുന്നുണ്ട്. റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഡ്രൈവർമാർക്ക് നൽകി അത് പാലിക്കാൻ ബോധവത്കരണം നടത്തുകയാണ് ചെയ്യുന്നത്. 2030 റോഡ് അപകടങ്ങൾ പകുതിയായി കുറയ്ക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യമെന്ന് NHAI DGM ഹരികുമാർ അറിയിച്ചു. ഈ മാസം ഞങ്ങൾ നാഷണൽ ഹെൽത്ത് ഓഫ് ഇന്ത്യ റോഡ് സേഫ്റ്റി മന്തായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പം എല്ലാ പ്രൊജക്റ്റുകളിലും നമ്മൾ ഇതുപോലുള്ള ക്യാമ്പയിനുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ, അതുപോലെ സ്കൂളുകളിൽ, അതുപോലെ ചെറിയ കോൺഫറൻസുകൾ നടത്തിയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം 2030 നമ്മളിപ്പോൾ 2020 എത്ര ആക്സിഡൻറ്റ് ഉണ്ട് അതിന് നേരെ പകുതിയാക്കുക എന്നുള്ളതാണ്. 50% ആക്സിഡൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിം. എന്തായാലും ഇനി ക്രോസായിട്ട് നമ്മുടെ മീഡിയൻസ് ഒന്നും ഓപ്പണിംഗ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അങ്ങനെ ആക്സിഡൻസ് ഹെഡ് ഓൺ കൊളീഷൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഈ റോഡ് പണി തീരുമ്പോൾ ഇനിയും ബ്ലാക്ക് സ്പോട്ട്സൊക്കെ വേറെ പുതിയത് വരുവാണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ റെക്ടിഫൈ ചെയ്യും. അതിനുള്ളൊരു ക്യാമ്പയിനാണിത്. എല്ലാവർക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നോട്ടീസൊക്കെ കൊടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ക്യാമ്പയിനുകൾ നടത്തിവരുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികളിലും റോഡ് സുരക്ഷാ അവബോധം നൽകി വരുന്നു. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിച്ച് വാഹനമോടിക്കുക, മൊബൈൽ ഉപയോഗിച്ചും മദ്യപിച്ചും വാഹനമോടിക്കാതിരിക്കുക, വേഗപരിധി പാലിക്കുക, സുരക്ഷിതമായ അകലം പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ജനുവരി 1 ആരംഭിച്ച ക്യാമ്പയിൻ 31 സമാപിക്കും. NHAI പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ കുമാർ, DGM ഹരികുമാർ, പ്രോജക്ട് മാനേജർ രാമകൃഷ്ണ റെഡ്ഡി, ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ ശേഷു എന്നിവർ ക്യാമ്പയിനിന് നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ? പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട. പേയ്മെൻറ്റ് ഇവിടെയുണ്ട്. ഇനി റെഡി ക്യാഷ് വേണ്ട, പലിശയും വേണ്ട. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല. നിങ്ങളുടെ EMI ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട്. ഇനിയും എന്തിനു കാത്തിരിക്കണം? നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനും EMI പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.